maximum support to the people of Kerala. That is for my colleague. Thank you. Thank you. So you interact with them. I'll go. മാറ്റി വയ്ക്കണം റെഡി ചോദിച്ചോ രണ്ടാമത്തെ മന്ത്രാലയത്തിന്റെ സ്ഥാനം ഏറ്റെടുത്തു. ഇതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു മന്ത്രാലയമാണ്. മന്ത്രിയുമായി ചർച്ച നടത്തി. കഴിഞ്ഞ തവണ ഹജ്ജ് അടക്കമുള്ള കാര്യങ്ങളിൽ ചില വിഷയങ്ങൾ ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള റിപ്പോർട്ട്? നേരത്തെ വന്നിട്ടുള്ള എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലും ന്യൂനപക്ഷ മന്ത്രാലയം വളരെ പ്രധാനപ്പെട്ട മന്ത്രാലയമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരെയും കേട്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിലവിലെ സാഹചര്യത്തിൽ ന്യൂനപക്ഷ മന്ത്രാലയത്തിലേക്ക് കേരളത്തിൽ നിന്നൊരു BJP നേതാവ് എത്തുമ്പോൾ അതൊരു വലിയ പൊളിറ്റിക്കൽ മെസ്സേജ് കൂടി ഉണ്ടാകുന്നു. അപ്പോൾ പ്രത്യേകിച്ച് സാമുദായിക സമവാക്യങ്ങളിൽ ഇത്തവണത്തെ വോട്ടിങ്ങിലൊക്കെ വലിയ മാറ്റം വന്നൊരു സാഹചര്യം. രാഷ്ട്രീയ ചോദിക്കുകയാണ്. ആദ്യ ദിവസമായത് കൊണ്ട് അത് പ്രതികരിക്കാൻ കഴിയും. പൊളിറ്റിക്കൽ അഫയേഴ്സ് ഞാൻ ഏറ്റെടുത്തിട്ടില്ല. രാവിലെ ഞാനെടുത്തത് ഫിഷറീസ് ആനുവൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയാണ്. ഇപ്പോൾ ഇത് മൈനോറിറ്റി അഫയേഴ്സാണ്. പൊളിറ്റിക്കൽ അഫയേഴ്സ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രണ്ട് അഫയേഴ്സും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് പൊളിറ്റിക്കൽ അഫയേഴ്സ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഈ രണ്ട് അഫയേഴ്സിലും പ്രവർത്തിക്കുന്നതിനും ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നതിനും നിങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അത് അങ്ങനെയുള്ളതെല്ലാം പരിഗണിക്കും. അത് അവരോട് കേട്ടിട്ട് അതിൻ്റെ ആൾക്കാരോട് കേട്ടിട്ട് എന്താണ് അതിൻ്റെ അനുഭവം പ്രാവശ്യത്തെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടതിന് ശേഷം അത് തീർച്ചയായിട്ടും അതെല്ലാം തന്നെ നമ്മൾ പരിഗണിക്കുന്നതാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും. തുടക്കത്തിൽ തന്നെ തർക്കം വേണം. ചാർജ് എടുത്ത ഉടനെ തന്നെ ഒരാളോട് തർക്കത്തിന് നേരിടേണ്ട വല്ല കാര്യമുണ്ട്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഇൻറ്റേർണൽ മാറ്റേഴ്സാണ്. സർക്കാരിനെ സമയത്തുള്ള അതിൻ്റെ അകത്ത് പോപ്പിന്റെ സന്ദർശനം പലപ്പോഴും പല രീതിയിൽ പറഞ്ഞു കേട്ടുന്നതിനപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റ് വിസിറ്റ് ആണല്ലോ നടത്തേണ്ടത്. അതുകൊണ്ട് ഒരു ഔദ്യോഗിക ക്ഷണം ആണെങ്കിൽ ആ വിധത്തിൽ ഏതെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്തിട്ടുണ്ടാവും. അതിന് നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ലിമിറ്റ് വെച്ച് എപ്പോൾ നടക്കും എന്ന് ചോദിച്ചാൽ എൻ്റെ പൊസിഷൻ നോട്ട് വളരെ ഞാൻ ചെറിയ ആളാണ്. അറിയാമല്ലോ അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായിട്ടുള്ള രീതികളും. റിലീജിയസ് ഹെഡ് മാത്രമല്ല, അദ്ദേഹം ഒരു സ്റ്റേറ്റ് ഓഫ് ഹെഡും കൂടെയാണ്. അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ ഇതും കൂടെയാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രക്രിയ നടക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എത്രയും പെട്ടെന്ന്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതിന് ഞാൻ ചെറുതാണെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പറയാൻ മാത്രമുള്ള ഒരു പോസ്റ്റിലല്ല ഞാനിരിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ നാഷണൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അത് ആ തരത്തിലേ പറയുന്നു. അല്ലല്ല, അതുള്ളതെല്ലാം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കുകയും അങ്ങനെയുള്ളതിൻ്റെ അതാ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആ കാര്യം സംശയം. കേരളത്തിൽ നിന്നൊരു പൊളിറ്റിക്കൽ പ്രശ്നം കൊടുക്കുന്നു. അതായത് കേരള മുഖ്യമന്ത്രി സഭ ഉദ്ദേശിച്ചതിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്താവനകളാണ്. അത് അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു പദം ശരിയാണോ കേരള മുഖ്യമന്ത്രി എന്നുള്ളത്? ഞാനിപ്പം ഇത് നമ്മുടെ ശബ്ദാവലി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശബ്ദാവലി എടുത്ത് നോക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ അഫയേഴ്സ് ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ അഫയേഴ്സ് വിട്ടിട്ട് ഈ രണ്ട് അഫയേഴ്സ് അത് നടപ്പിലാക്കുന്നതിന് ഒരു എന്താ പറയുന്നത്, ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു സമീപനം വേണം.
ജനങ്ങൾക്ക് ഗുണം കിട്ടണം. ഇപ്പോൾ ഈ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് ന്യൂസ് കിട്ടുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണം കിട്ടുമോ എന്നെനിക്കറിയില്ല. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം പിന്നീട് പറയാം. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഒരു 2 അഫയേഴ്സ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, 2 മിനിസ്ട്രി. അപ്പോൾ അതിൻ്റെ അകത്ത് അത് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. ഞാൻ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഏറ്റെടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതിന് പാർട്ടിയുടെ ആൾക്കാരുണ്ട്. അതായത് ഒരു മിനിസ്റ്റർ തുടങ്ങുന്ന അവസരത്തിൽ ഒരു മിനിസ്റ്ററും, അതായത് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു മിനിസ്റ്ററും ഫസ്റ്റ് ഡേയിൽ, എനിക്ക് തോന്നുന്നില്ല ആരും, അവർ ഫസ്റ്റ് ഡേയിൽ അവരുടെ വകുപ്പിനെ പറ്റി പറയുള്ളൂ. പൊളിറ്റിക്കൽ കാര്യങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനിയെങ്കിലും പുതിയ എത്ര വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ആദ്യമായിട്ട്, പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഏറ്റെടുക്കുന്ന സമയത്ത് അവർ പറയുന്ന അവരുടെ മിനിസ്ട്രിയെ പറ്റിയായിരിക്കും, അവരുടെ കാര്യങ്ങളെ പറ്റിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാം, അത് ചോദിക്കാം. പക്ഷേ ഞാനത് ഇപ്പോൾ ഞാനെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സഹകരിക്കണം ആ കാര്യത്തിൽ. ഞാനത് പൊളിറ്റിക്കൽ അഫയേഴ്സ് ഏറ്റെടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഞാനിതാ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം. അതിന് കുറച്ച് സമയം തന്നാൽ മതി. Question? I'm Asad from the Indian Express, sir. There is very little representation of the minorities in this current ministries. What do you have to say that, and you being one of the members of the minority community in the ministry, how are you going to ensure better representation and working for the minority communities in India? No, I am not the proper person to answer that. I am not the doing or that interested to say anything about that. I am not interested to say anything about that. I am dealing with my ministries. But I am not a towering this political personality to say anything about that. So many questions will come. These people were asking that questions. I was telling that I will only say about these ministries and schemes, etc. Above that, I am not in a position to. So you have taken charge of minority affairs ministry. What is the reason and what is the roadmap to the welfare of the minority? True map. I see so many these programs. That is Jan Vikas Karikram. It started in 2018. It is infrastructural development for the minorities. If minorities are having 25% population in a particular district or particular area, that these developmental activities will start there. For all the people, these beneficiaries will be all the people. Because you see, a particular place or state or a district or some block or somewhere, there is no hospital for the people, not the minority, for the people of that area. Then definitely, under this scheme, it can be started there. All people can be benefited for that. That is a Jan Vikas Karikram. Never before this Narendra Modi Sarkar it happened. That way this infrastructure, this development is happening, and all this health field also. Everywhere it is there. Thank you, sir. Thank you. Okay.